പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദം ഒടുവിൽ പോലീസിന് മുന്നിലേക്ക്. CPM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് ചീരാങ്കുഴി പരാതി നൽകി. കാണാതായ തന്റെ എയർപോർട്ട് ബിനു പുളിക്കക്കണ്ടത്തിന്റെ കൈവശമുണ്ടെന്നാണ് ജോസ് ചീരാങ്കുഴിയുടെ ആരോപണം. മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ചു. 35,000 രൂപ വില വരുന്ന എയർപോർട്ട് കാണാതായെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാൻകുഴി കൗൺസിൽ യോഗത്തിൽ പറഞ്ഞത്. എയർപോർട്ട് എടുത്തയാൾ മടക്കി നൽകണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും തിരിച്ചു കിട്ടിയില്ല. ഇതോടെ കൗൺസിലർമാരെല്ലാം സംശയത്തിന്റെ നിഴലിലായി. ഒടുവിൽ താൻ സംശയിക്കുന്ന ആളുടെ പേര് വെളിപ്പെടുത്തി ജോസ് ചീരാൻകുഴിയുടെ പരാതി. ബിനു പുളിക്കക്കണ്ടത്തിന്റെ കൈവശം എയർപോർട്ട് ഉള്ളതായി ഡിവൈസ് ലൊക്കേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നുവെന്ന് ജോസ് ചീരാൻകുഴി പരാതിയിൽ പറയുന്നു. ഇതിന്റെ തെളിവുകളും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. മുഴുവൻ ലൊക്കേഷനും ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. പ്രിന്റ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിയുടെ വീടിൻ്റെ അകം എല്ലാം കാണിച്ചേക്കുന്ന പുള്ളി യാത്ര ചെയ്ത ഭാഗങ്ങൾ ഇതെല്ലാം എൻ്റെ കയ്യിലെ തെളിവ് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. കേസ് നിയമപരമായി നേരിടാനാണ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ തീരുമാനം. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മാനനഷ്ട കേസ് നൽകുമെന്നും പ്രതികരണം. 12,000 രൂപയാണ് ഈ സാധനത്തിൻ്റെ വില കാണിക്കുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്ന 35,000 രൂപ വിലയുണ്ടെന്നുള്ളത്. കഴിഞ്ഞ 20 വർഷക്കാലവും നഗരസഭയിൽ നിന്ന് 100 രൂപ പോലും ഓണറേറിയം വാങ്ങിക്കുകയോ സിറ്റിംഗ് അലവൻസ് വാങ്ങിക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. ഈ ഗൂഢാലോചന അവരുടെ പങ്കാളിത്തം കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ കൗൺസിലിൽ ഞാൻ കത്ത് കൊടുത്തത്. അടുത്ത ദിവസം ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് LDF-ലെ പ്രമുഖ കക്ഷികളുടെ കൗൺസിലർമാർ കൊമ്പുകോർക്കുന്നത്. പ്രശ്നം വ്യക്തിപരമാണെന്ന് പറയുമ്പോഴും LDF-ന് ആകെ നാണക്കേടായി. 24 കോട്ടയം.